എൻ്റെ പപ്പ എന്നെപ്പോലെ തന്നെ ഒട്ടും അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഒരാളല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പപ്പ കാനഡയിൽ നിന്ന് ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഓരോ പണികളായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം വലിയൊരു ടാസ്ക് ഞാൻ കൊടുത്തത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു ഏരിയ ഗാർഡനിൽ ഒരു ഫെൻസ് വയ്ക്കുക എന്നുള്ള ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ അത് ഞാൻ പപ്പയോട് പറഞ്ഞു. വീട്ടിൽ കുറേ പിക്കറ്റ്സുകൾ ബാലൻസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഗാർഡനിൽ കുറേ പിക്കറ്റ് ഫെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പിക്കറ്റ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈറ്റട്ടനിൽ പോയി തടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പപ്പ പരിപാടി തുടങ്ങി. പപ്പ അത്യാവശ്യം ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഒരാളാണ്. പല ഏരിയയിലും പുള്ളിക്കാരൻ കൈവയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളിക്കാരന് നല്ല ഐഡിയാസുണ്ട്. അത്യാവശ്യം പ്ലംബിങ്, ഹാൻഡിമാൻ ജോലി അങ്ങനെയൊക്കെ പുള്ളിക്കാരന് അറിയാം. പിന്നെ പപ്പേനെ പറ്റി പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 70-ാമത്തെ വയസ്സിലും പുള്ളിക്കാരൻ IELTS എഴുതി 5 സ്കോർ മേടിച്ചു. പിന്നെ അത് മാത്രമല്ല, കാനഡയിൽ ചെന്ന് അവിടെ നിന്നൊരു കോഴ്സും പാസ്സായി. അങ്ങനെ പപ്പ പിക്കറ്റ്സുകളെല്ലാം ഫ്രെയിമിലേക്ക് പിടിപ്പിച്ച് ഒരു അടിപൊളി ഒരു ഗാർഡൻ ഫെൻസ് ആയിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ഏരിയ നേരത്തെ ഒരു ഇച്ചിരി വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ബിന്ദുവിനും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാനിവിടെ പപ്പേനെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുമെന്ന് ആരും ചിന്തിക്കേണ്ട. ചിലരങ്ങനെയാണ്. അവർക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. എൻ്റെ പപ്പ അങ്ങനെയാണ്. പപ്പയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലാണ് ഒരു ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാകത്തുള്ളൂ. പൂച്ചയും ഡുഗും എല്ലാം കൂടെ പപ്പയ്ക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇതാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ലുക്ക്. ഈ ഫെൻസിൻ്റെ പണി എന്താണെങ്കിലും കഴിഞ്ഞോടുകൂടി ഇനിയിപ്പോൾ അടുത്ത പണി കൊടുക്കാനുള്ള സമയമായി.